ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം. സത്യത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. വലിയ പ്രഭാഷണമൊന്നും നടത്താനല്ല, നമ്മൾ തമ്മിൽ സംസാരിക്കാനാണ്. ഞാൻ മാത്രം സംസാരിക്കുകയല്ല, നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്കും കേൾക്കാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ കാരണമാണ് ഇന്ന് ഇങ്ങനെയൊരു പരിഷത്തുണ്ടായത് തന്നെ. അതുകൊണ്ട് സത്യത്തിൽ അമ്മയറിയാൻ എന്നുള്ളതിനേക്കാളും അമ്മമാർ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ സംഘാടകർക്ക് ഇങ്ങനെയൊരു മഹാസംരംഭം ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന് അമ്മമാർക്ക് പാദ നമസ്കാരം നൽകുകയാണ്, ഈ സംഘാടകരുടെ എല്ലാവരുടെയും അമ്മമാർക്ക്. ഇനി അമ്മയെക്കുറിച്ച് അറിയാനും കൂടിയുണ്ട് കുറേ അധികം. കാരണം അമ്മമാർ ഭാരതത്തിൽ മാത്രം അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുട്ടികളിൽ മൂല്യങ്ങളും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഉയർച്ചയും മാത്രമല്ല ഭാരതത്തിൻ്റെ അമ്മമാരുടെ ലക്ഷ്യം. ഈ ഭാരതത്തിൻ്റെ സംസ്കാരം പകർന്നു കൊടുക്കുന്ന ഒരു മഹത് ദൗത്യം കൂടി നമ്മൾ ഭാരതീയരായിട്ടുള്ള അമ്മമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് പലയിടത്തും പല സംസ്കാരങ്ങളും, ഗ്രീക്ക്, ബാബിലോണിയൻ, സുമേറിയൻ, ഈജിപ്ഷ്യൻ, അങ്ങനെ അനേകം സംസ്കാരങ്ങൾ നശിച്ചു പോയിട്ടും നാമാവശേഷമായിട്ടും ഈ ഭാരതീയ സംസ്കാരം ഇന്നും പണ്ടത്തേതിനേക്കാൾ ശക്തിയായി നിലനിൽക്കുന്നത്. അത് അമ്മമാർക്കുള്ള ആദരവാണ്. നമ്മുടെ അമ്മമാർ കാരണമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സഭയിൽ എത്തിയിരിക്കുന്നതും ഇത് കേൾക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള മഹാസംരംഭങ്ങൾ ഉണ്ടാകുന്നതും. ഇനി അമ്മയെ അറിയാൻ എന്നുള്ളതിനേക്കാളും അമ്മമാരറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ എക്കണോമിക്സിലൊക്കെ പറയാറുണ്ട്, എന്തും അധികമായി കഴിഞ്ഞാൽ, അത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പമായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. വരുമാനത്തിന് മുകളിൽ സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ അതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ. അതുപോലെ അമ്മമാരുടെ സമയം നമ്മൾ ഒരുപാട് കൊടുക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. അത് നമ്മുടെ വിചാരം ആ കൊടുക്കുന്ന സമയത്തിന് ഒരുപാട് മൂല്യമുണ്ടാകുമെന്നാണ്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ അമ്മമാർ ഒരു പരിധിയിൽ കൂടുതൽ സമയം കൊടുക്കുമ്പോൾ, ഇക്വേഷനുണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നാണ് പറയുക സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതിനെ എപ്പോഴും ഡിമാൻഡ് എക്സീഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ പ്രൈസ് റൈസ് ആവും, കൂടും. സപ്ലൈ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഇത് നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്കൊരു കാരണമാണ്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വിചാരം നമ്മൾ കൂടുതൽ കൊടുക്കും തോറും പ്രശ്നങ്ങൾ കുറയും, എല്ലാവരും തൃപ്തരാകും എന്നാണ്. അങ്ങനെയല്ല. ഒരു ചായ ഇടാനായിട്ട് ഒരു കപ്പ് ചായക്ക് എത്ര പഞ്ചസാര വേണം എന്നുള്ള അളവ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഇഷ്ടപ്പെടാത്ത രീതിയിലാകും. ഈ സമയം നമ്മൾ ഒരുപാട് കുടുംബത്തിന് മാത്രം കൊടുക്കാതെ ഒരല്പം സമയം, കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വൽപ്പം സമയം നമ്മൾ സമാജത്തിന് വേണ്ടി കൂടി മാറ്റിവെക്കുക. അപ്പോൾ എന്തു പറ്റും? നിങ്ങളുടെ എല്ലാവരുടെയും ഡിമാൻഡ് കൂടും. സപ്ലൈ കുറച്ചൊന്ന് കുറയ്ക്കുക, അപ്പോൾ ഡിമാൻഡ് വളരെയധികം വർദ്ധിക്കും. ഇതിനെന്താണ് മനഃശാസ്ത്രപരമായിട്ട് ഒരു പരിഹാരമുള്ളത് അല്ലെങ്കിൽ ആശ്വാസമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അതിൻ്റെ ആശ്വാസം മനസ്സിലാവുകയുള്ളൂ. കാരണം നമ്മുടെ ആവശ്യമുള്ള ഒരു സമൂഹം, നമ്മളെ ആവശ്യമുള്ള ഒരു സമൂഹം, നമ്മുടെ അനുഭവങ്ങൾ ആവശ്യമുള്ള സമൂഹം, പ്രത്യേകിച്ചും പ്രായമായവരുടെ, റിട്ടയർമെൻ്റ് ആയവരുടെ, പ്രൗഢ സദസ്സുകളുടെ സഹായവും സേവനവും സമയവും ആവശ്യമുള്ള ഒരു സമൂഹം നമുക്ക് പുറത്തുണ്ട്, നമ്മുടെ കുടുംബത്തിന് പുറത്തുണ്ട്. അത് നമ്മുടെ ധർമ്മമാണോ? ആണ്. കാരണം ഹൈന്ദവ ധർമ്മത്തിലെ 2 ധർമ്മം പ്രധാനമായിട്ട് പറയുന്നുണ്ട്, വ്യക്തിധർമ്മവും സമാജധർമ്മവും. ഈ വ്യക്തിധർമ്മം കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ സമാജധർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ സമാജത്തിന് നമ്മളെ ഒരുപാട് ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അതിന് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെയുള്ള ഒരു വരി എടുത്തിട്ട് നമുക്ക് അതിനെ ഇലാബറേറ്റ് ചെയ്യാനൊന്ന് വിശദമാക്കിയാൽ മതി. യഥാ ബ്രഹ്മാണ്ടം തഥാ പിണ്ടാണ്ടം എന്ന് പറയാറുണ്ട് അല്ലേ? ലൈക്ക് മാക്രോകോസം, മൈക്രോകോസം. എങ്ങനെയാണോ ഈ പ്രപഞ്ചം, അതിൻ്റെ ഒരു അംശമാണ് നമ്മൾ. അതുപോലെ കുടുംബം എന്ന് പറയുന്ന സോഷ്യോളജിയിൽ പറയാനുണ്ട്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. വലിയൊരു സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം.
നമ്മുടെ വലിയൊരു ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ഒരു പെരുവിരൽ. പക്ഷേ ആ പെരുവിരലിന് ഒരു ചെറിയൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ ശരീരത്തിനെയും അത് ബാധിക്കും, ആ ശരീരം അതറിയും. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാകട്ടെ, സുഖമില്ലായ്മയാകട്ടെ, പണമില്ലായ്മയാകട്ടെ, അതൊരു സമൂഹത്തിനെ മുഴുവനും ബാധിക്കും. എന്തുകൊണ്ടാണ് ഇത്രയധികം കസേരകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആ സമയം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അവരുടെ അന്നത്തെ വരുമാനം നഷ്ടപ്പെടുന്നുണ്ടാകാം, അല്ലേ? സ്വാഭാവികമായിട്ടൊരു മനഃശാസ്ത്രമാണത്. എന്തുകൊണ്ടാണ്? ആ ധനം പോയിട്ട് ഇവിടെ എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ ധനത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ എത്താത്തവരോട് ഒരിക്കലും നമുക്ക് പരിഭവം പറയാൻ സാധിക്കില്ല. ഇവിടെ എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സംഘാടകരോടും നമുക്ക് പരിഭവം പറയാൻ സാധിക്കില്ല. അവരും കുറ്റക്കാരല്ല, എത്താത്തവരും കുറ്റക്കാരല്ല. ഇവിടെ ആരാണ് കുറ്റക്കാര്? ആ ഒരു അവസ്ഥ, പണമില്ലായ്മ എന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിനുണ്ട്. ആ ഒരു ദിവസം മാറ്റി വെച്ച് അന്നത്തെ ദിവസം സ്കൂളിൽ പോയി മക്കളെ വിളിക്കാനുള്ളത് മറ്റൊരാളെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ കൂലി കൊടുത്ത് ആളെ വെക്കാൻ സാധിക്കുമെങ്കിൽ അവരിവിടെ എത്തുമായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ ദിവസം ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് പണം സമ്പാദ്യം ബാക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ അവരിവിടെ എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച പോലും പണത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, ഏതൊരു സമൂഹത്തിൻ്റെയും ഉന്നതിക്ക് ആദ്യമായിട്ട് വേണ്ടത് മനസ്സമാധാനവും സന്തോഷവും. മെൻ്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം, അത് വളരെ പ്രധാനമാണ്. രണ്ട്, സാമ്പത്തിക ഭദ്രത. ഈ രണ്ട് കാര്യങ്ങൾ ശരിയായാൽ നമ്മുടെ ജീവിതം ശരിയായി. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും പ്രശ്നമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, അതിന് പരിഹാരം ഉണ്ടാക്കാറുമില്ല. എന്താണ് മാനസിക ആരോഗ്യം? ഞാൻ ആരെ ആക്രമിക്കാനൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുകയല്ലേ മര്യാദയ്ക്ക്, ഞാൻ ആരോടും ദേഷ്യപ്പെടുന്നൊന്നുമില്ല, വയലൻ്റ് ആകുന്നില്ല. ഇതാണോ മാനസികാരോഗ്യം? അല്ല. സത്യത്തിൽ നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ, നമുക്ക് സന്തോഷം അളവിലും കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പകർന്നു കൊടുക്കാൻ ഒരു പ്രവണതയുണ്ടാകും. അത് ആർക്ക് കൊടുക്കണം? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ, ഒരു സന്തോഷകാര്യം, മംഗളകർമ്മം വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉടനെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി നമ്മളുടെ പണത്തിൻ്റെ ഒരു അംശം ചിലവാക്കി നമ്മൾ സമൂഹത്തിലും കാണുന്നവർക്കും, ചിലപ്പോൾ പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലേ? എല്ലാവരും കൊടുക്കും. എന്താണ്? ആ സന്തോഷം പങ്കുവെക്കുന്നതാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ സന്തോഷം ഒരുപാട് കഴിഞ്ഞാൽ, ഒരു അളവ് കഴിഞ്ഞാൽ നമുക്കത് സമൂഹത്തിന് കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരു സന്തോഷമുണ്ടാകുമ്പോഴാണ് ആ സമൂഹത്തിന് ആ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് കിട്ടുന്നത്. നമ്മൾ കാണാറുണ്ട് വലിയ വലിയ ബിസിനസ്സുകാർ, ധനികരൊക്കെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് അല്ലെങ്കിൽ മറ്റെന്തായിക്കോട്ടെ, ചിലപ്പോൾ ഒരു ഉത്സവമായിരിക്കാം, ഒരു ദീപാവലി ആയിരിക്കാം, അതുമല്ലെങ്കിൽ കുടുംബത്തിലൊരു മക്കളുടെ കല്യാണമായിരിക്കാം, ഒരു ഗ്രാമം തന്നെ ദത്തെടുത്ത് അന്നത്തെ ദിവസം ആ ഗ്രാമക്കാർക്ക് മുഴുവനും അവർ ആഹാരം നൽകുകയും അന്ന് അവർക്ക് ജോലിക്ക് പോകാണ്ടാത്ത വിധം അവരുടെ അന്നം നൽകുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം നമുക്ക് എന്താണോ എക്സസ് ഉണ്ടാകുന്നത് അതിലൊരു അംശം നമ്മൾ കൊടുക്കാനുള്ളൊരു പ്രവണതയുണ്ടാകും. അത് മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സന്തോഷം അതിര് കഴിയുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് നമുക്ക് തോന്നുന്നത്. സമാധാനം ഒരു പരിധി വിടുമ്പോഴാണ് സമൂഹത്തിലേക്ക് ഇറങ്ങണമെന്ന് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലാണ് ഒരു ദിവസം നമുക്ക് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിന് അല്ലെങ്കിൽ സമാജത്തിന് മാറ്റിവെക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നത്. ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും ആറന്മുള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഉളനാട് കൃഷ്ണക്ഷേത്രത്തിലും പോകാനിടയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞാനൊരു അമ്മയോട് ചോദിച്ചു, ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്താകുമ്പോൾ എങ്ങോട്ടാണ് മാറ്റിയിരുത്തുന്നതെന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ആ അമ്മ കാല് വയ്യാത്തൊരമ്മയാണ്. എന്നെ ഉത്സാഹിച്ച് അവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എണീറ്റിട്ട്, വാ മോളെ ഞാൻ കാണിച്ചു തരാം, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ തന്നെ, ഞാൻ കുറച്ച് ദൂരെയാണ് താമസം. എന്തിനാ അവിടെ പോയി താമസിക്കുന്നത്? എൻ്റെ വീടില്ലേ, ഇവിടെ വന്ന് താമസിക്കായിരുന്നല്ലോ ഇത് കാണാനായിട്ട്. ഇപ്പോഴാണ് ദേവി തൃപ്പൂത്തായത്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, അതുകൊണ്ട് എനിക്കിത് കേട്ട് കേൾവിയേ ഉള്ളൂ, എപ്പോഴും ആഗ്രഹമുണ്ട് ഇതൊന്ന് കാണണം. ഇങ്ങനെ വാർത്തകളിൽ കേൾക്കുമ്പോൾ ഇത്രയും മഹാത്ഭുതം നടക്കുന്ന ഒരു ക്ഷേത്രം എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടാം കൈലാസമാക്കി മാറ്റാൻ സാധിക്കാത്തത്? പ്രിയപ്പെട്ട പത്തനംതിട്ട ജില്ലക്കാരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം ഞാൻ ഈ ജില്ലയിലോട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവനും ഒരു ഷോക്ക് അടിക്കുന്ന പ്രതീതിയായിരുന്നു. കാരണം അയ്യപ്പൻ്റെ നാട്, പന്തളം എന്ന ബോർഡ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ് പന്തളം കാണാൻ പറ്റുമോ എന്ന് ചോദിക്കൂ.
പന്തളത്ത് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്ത് എല്ലായിടത്തും നമ്മുടെ അയ്യപ്പൻ നടന്ന സ്ഥലമല്ലേ എന്നുള്ള ആ ചിന്തയിൽ കോരിത്തരിക്കുകയായിരുന്നു. ഇപ്പോഴും സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ, ഈ പമ്പാ നദീതടത്തിൽ നിൽക്കുമ്പോൾ ശബരിമല എന്ന വികാരം എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുകയാണ്. അതുപോലെ ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ അമ്മയുടെ ആ ഒരു താല്പര്യം, എൻ്റെ നമ്പർ തന്നു, ഞാൻ വിളിച്ചറിയിക്കാം അടുത്ത തവണ അമ്മ തൃപ്തി. ഞാൻ പറഞ്ഞു എങ്ങനെ എന്നാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ, ഞാൻ വിളിച്ചറിയിക്കാമെന്നാണ് പറഞ്ഞത്. ആ ക്ഷേത്രം എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടാം കൈലാസമാക്കി, കേരളത്തിൻ്റെ കൈലാസമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാത്തത്? ലോകത്ത് മറ്റു ജില്ലകളിലുള്ളവരെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ളവരെയും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെയും എല്ലാം ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് അവർക്കെല്ലാം നമ്മുടെ വീടുകളിൽ ആതിഥ്യം അരുളി അവർ നൽകുന്ന സംഭാവനകൾ സ്വീകരിച്ച് വരുമാനമാർഗമാക്കിയോ അല്ലെങ്കിൽ സാധാരണ സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയോ അതിനെ വലിയൊരു സംഭവമാക്കി മാറ്റാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല, ഉള്ളതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ റിസോഴ്സും എന്തുമായിക്കോട്ടെ, റിസോഴ്സ് നമുക്കുള്ളത് ഭൂമി ആയിക്കോട്ടെ, നമ്മുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, നമ്മുടെ ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതിൽ നിന്നെല്ലാം നമുക്ക് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ സമാജം രക്ഷപ്പെടണം. നമ്മുടെ അമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധം നമ്മുടെ സമാജം ശക്തമാക്കണം. അതാണ് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്. നമ്മുടെ സമയത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റേഷ്യോയിൽ ഒരല്പം വ്യത്യാസം കൊണ്ടുവന്നാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. വീടുകളിൽ തന്നെ ഒരല്പം ഭാഗം, ഒരു മുറി ഒക്കെ അധികമൊന്നും ഉപയോഗിക്കാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ട് വരുന്ന ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ആ അമ്മമാർക്ക് എത്ര വരുമാനമാണ് ഉണ്ടാകുന്നത്? ഞാൻ മറ്റ് സമുദായങ്ങളുടെ വീടുകളിൽ പോകുമ്പോൾ നമ്മൾ കാണാറുള്ളൊരു കാഴ്ചയാണ്. അവിടെ അമ്മമാർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് കൃഷിയായിക്കോട്ടെ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി ബേക്കറികളിൽ അവർ പാചകത്തിൽ മാത്രം നൈപുണ്യമുള്ള സ്ത്രീകളായിരിക്കും. ചിലപ്പോൾ പഠിത്തമൊന്നും ഉണ്ടായിരിക്കില്ല, മറ്റ് കഴിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ ആ പാചക കല പോലും അവർ വൈകുന്നേരങ്ങളിൽ ബേക്കറികളിൽ കൊച്ചു കൊച്ചു പാക്കറ്റ് ഉണ്ടാക്കി വിറ്റ് 100 രൂപയാണെങ്കിൽ അത് സമ്പാദിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഹിന്ദുക്കളുടെ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു ചക്ക നിൽക്കുകയാണ്, ഒരു പ്ലാവിൽ ചക്ക കായ്ച്ചു കിടക്കുകയാണെങ്കിൽ അത് താഴെ അഴുകി തൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് പോയിട്ടുള്ള വ്യക്തിയും അവിടെ ജീവിച്ചിട്ടുള്ള വ്യക്തിയും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചക്ക നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഇവിടെ 20 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പീസിന് നമ്മൾ 2000 രൂപയോ 3000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് അത് വാങ്ങിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. അപ്പോൾ നമുക്കുള്ളതിൻ്റെ വില അറിയാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു കാരണം, നമ്മുടെ പണമില്ലായ്മയ്ക്ക് ഒരു കാരണം. നമ്മുടെ വിഭവങ്ങളെ, റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യാതെ, അതിനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു കാരണം. ലാക്ക് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്നാണ് പറയുന്നത്. പണമില്ലായ്മയാണ് എല്ലാ അരക്ഷിതാവസ്ഥയ്ക്കും ദ്രോഹങ്ങൾക്കും എല്ലാം കാരണം. ധനികനായ ഒരു വ്യക്തി ആരെങ്കിലും കുത്തിക്കൊന്ന് പണമുണ്ടാക്കി ക്രിമിനലായി മാറുന്നത് നമ്മൾ കേൾക്കാറില്ല. വല്ല പകയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കേൾക്കാറുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ അങ്ങനെ ഒരു വാക്ക് കേൾക്കാറില്ല. എന്തുകൊണ്ടാണ്? ആവശ്യം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും കുറ്റവാളികൾ കൂടുന്നത്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനം ധനം തന്നെയാണ്. നമ്മുടെ ശാസ്ത്രങ്ങൾ, വേദങ്ങളിൽ ധനം ചമേ, ദ്രവിണം ചമേ, വിത്തം ചമേ, ഗൃഹം ചമേ, എനിക്കെല്ലാം തരണേ തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവതകളോട്. പുരുഷ സൂക്തമാകട്ടെ, സ്ത്രീ സൂക്തമാകട്ടെ, ഭാഗ്യസൂക്തമാകട്ടെ, മഹാലക്ഷ്മിയോട് ദേവതകളെ അഡ്വക്കേറ്റ് ആക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ വീടുകളിലേക്ക് വരയണമേ, എനിക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശാസ്ത്രങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള നമുക്കാണ് ധനത്തിൻ്റെ മാഹാത്മ്യം അറിയാതെ പോകുന്നത്. നമ്മുടെ ഡിമാൻഡ് എവിടെയാണോ ആവശ്യം അവിടെ കൊടുക്കുക. മക്കളെ ആണെങ്കിലും ശരി, കുടുംബത്തിനെ ആണെങ്കിലും ശരി, ഒരു പരിധിയിൽ കൂടുതൽ അവരുടെ കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ അവർക്കത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും അവരെ ചുറ്റിപ്പറ്റിയിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാല്യൂ അവിടെ കുറയുകയാണ്. സപ്ലൈ കൂട്ടുന്തോറും ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഈ കൊടുക്കുന്നവരുടെ വിചാരം? ഞാൻ കൂടുതൽ കൊടുക്കുകയില്ലേ, അപ്പം എനിക്ക് കൂടുതൽ മൂല്യം കിട്ടുകയാണ്.
എൻ്റെ പ്രാധാന്യം അവിടെ വർദ്ധിക്കുകയാണ്. അല്ല, ഉപ്പ് എത്ര ഉണ്ടെന്ന് വെച്ചാലും നമ്മളത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? കഴിക്കാൻ സാധിക്കില്ല. പഞ്ചസാര കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? കഴിക്കാൻ സാധിക്കില്ല. അത് പാകത്തിന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വില അറിയുന്നത് എപ്പോഴാണ്? അതിൻ്റെ ആബ്സെൻസിലാണ്. കുറച്ച് നമ്മൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ സമയവും കൂടെ നോക്കിയിട്ട് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ ഓരോ അമ്മമാരും നിങ്ങളുടെ റിസോഴ്സുകൾ, നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തോ ആയിക്കോട്ടെ, ചിലർക്ക് കരകൗശല വിദ്യകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു സ്കിൽഡ് വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കൃഷിയായിരിക്കാം, ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, എന്തായിക്കോട്ടെ, ചിലർക്ക് സംസാരിക്കാനായിരിക്കാം കഴിവുകളുള്ളത്. ഇന്നലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയപ്പോൾ നാരായണീയം വായിക്കുന്ന സ്ത്രീകൾ എന്ത് മനോഹരമായിട്ട് ഒരു അക്ഷരം പോലും തെറ്റാതെയാണ് അത് അവർ ഇവിടെ ഉരുവിടുന്നത്. അതുപോലെ നമ്മുടെ മാതൃസമിതിയുടെ രാവിലെ വരുമ്പോൾ കേട്ടിരുന്നു പോയി, എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ദേവസ്വം ബോർഡുകളിൽ ഹൈന്ദവരെ മതം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നൊക്കെയാണ് പരാതി പറയുന്നത്. പക്ഷേ അതിനെല്ലാമുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇത്ര പേര് വേണം എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ചില പ്രത്യേക ഭാഷകളൊക്കെ പഠിപ്പിക്കാൻ ഒരു കുട്ടിയാണെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുവിൻ്റെ കാര്യം വരുമ്പോൾ അത് പോരാ, ഇത്ര വ്യക്തികൾ വേണം, ഇത്ര കുട്ടികളുണ്ടെങ്കിലേ പഠിപ്പിക്കുകയുള്ളൂ. അതിന് മുൻകൈ എടുക്കാൻ നമ്മുടെ അമ്മമാർക്ക് സാധിക്കില്ലേ? ഈ കഴിവുകളുള്ളവർക്ക് അവരുടെ അനുഭവങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ക്ഷേത്രത്തിൻ്റെ പുറത്തിരുന്നിട്ട് അവരുടെ അനുവാദം എടുത്തുകൊണ്ട് അവിടെ എത്തുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വമേധയാ നമ്മൾ പോകണം. സ്വയമേവ മൃഗേന്ദ്രത എന്നാണ് പറയുന്നത്. ആരും നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പോയി തലയിൽ കിരീടം വെച്ച് രാജാവാക്കി തരേണ്ട ആവശ്യമില്ല. കാട്ടിലെ സിംഹത്തിനെ ആരും രാജാവാക്കിയിട്ടല്ല അത് സിംഹമായി മാറുന്നത്. അതിൻ്റെ വിക്രമശീലം കൊണ്ടാണ്, ആ ഒരു ധൈര്യം കൊണ്ടാണ്, സ്വയം മുന്നോട്ടിറങ്ങാനുള്ള ധൈര്യം കൊണ്ടാണ്. നമ്മുടെ അമ്മമാരുടെ കഴിവുകൾ, അറിവുകൾ, അനുഭവങ്ങൾ അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ആരും ക്ഷണിക്കാതെ ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാഗം പോലും അല്ലാതെയും പറ്റും. പക്ഷേ ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കതിന് കൂടുതൽ സാധിക്കും. കലിയുഗത്തിൽ സംഘയെ ശക്തയെ കലിയുക എന്നാണ് പറയുന്നത്. സംഘടിച്ചാണ് നമ്മൾ ശക്തരാകേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ ഒരുപാട് ഉയരണം, അല്ലെങ്കിൽ ഉയർന്നവർക്കൊപ്പം പ്രവർത്തിക്കണം. ഈ രണ്ട് തരത്തിലാണ് നമുക്ക് സമൂഹത്തിൽ ഉയരാൻ സാധിക്കുക. എല്ലാവർക്കും ഒരു പക്ഷേ പ്രധാനമന്ത്രിയൊന്നും ആവാൻ സാധിക്കില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രധാനമന്ത്രിയുടെ കൂടെ നിന്നൊരു പിക്ചർ എടുക്കുമ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ സാധിക്കും. അപ്പം ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സമയത്തെ ക്രമീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ എല്ലാം അമ്മമാരുടെ ഒരുപാട് സമയമാണ് മൂല്യമില്ലാത്ത കുറേയധികം പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. മൂല്യമില്ലാത്തത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അവരുടെ പ്രവർത്തനത്തിനല്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വം അറിയാൻ അവസരം കൊടുക്കാത്ത വിധം ആരും പ്രവർത്തിക്കരുത്. ആ സമയം നമ്മൾ മാറ്റിവെക്കുക. നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് അത്രയും പ്രധാനമാണ്. ആ അമ്മമാർ കുറച്ച് ദിവസം നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കൂ. നമ്മുടെ സമാജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനകൾ, മാതാ അമൃത, വിശ്വഗുരുവായിട്ടുള്ള മാതാ അമൃതാനന്ദമയി അമ്മ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീ രവിശങ്കർ സ്വാമി പ്രവർത്തിക്കുന്നുണ്ട്. സനാതന ധർമ്മ പാഠശാലയിലെ ഒരംഗമാണ് ഇവിടെ ഇരിക്കുന്ന. കൊല്ലത്ത് നിന്ന് എത്തിയിട്ടുള്ള അമ്മമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ അതിഥികളായിട്ട്. അങ്ങനെ ഒരുപാട് പേര് ഈ എല്ലാ ജില്ലകളിലും പോയി പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ അംഗമായിട്ടുള്ള പാഞ്ചജന്യം മഹത്തായ ഒരു സംഘടനയാണ്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി മെമ്പർ ശ്രീകുമാർ ഇരിപ്പക്കാട്ടുജിയാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത് തന്നെ. അദ്ദേഹം കേരളത്തിൻ്റെ പാഞ്ചജന്യം സെക്രട്ടറിയുമാണ്. പാഞ്ചജന്യത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നൽകുന്ന സമയത്തിന് കിട്ടുന്ന മൂല്യം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നിങ്ങളെ ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയാറുണ്ട്. വീട്ടിലുള്ള അമ്മ രാവിലെ എണീറ്റ് കറി ഉണ്ടാക്കുന്നു, പാചകം ചെയ്യുന്നു, മക്കളത് കഴിക്കുന്നു, പോകുന്നു. അവർക്കതൊരു പ്രത്യേകതയില്ല. പക്ഷേ അപ്പുറത്തെ ഒരു അമ്മ നമുക്കൊരു അസുഖം വരുമ്പോൾ ഇവിടെ വന്ന് ഒരു ദിവസം നമുക്ക് വേണ്ടി അവർ പാചകം ചെയ്തു തന്നാൽ നമ്മളത് ഒരു ജന്മം മുഴുവനും ഓർക്കാറുണ്ട്. ആ അമ്മയാണ് എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ വന്ന് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നല്ലേ. ഇതാണ് ഒരു സോഷ്യൽ സൈക്കോളജി. നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നില്ല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യഥാ ബ്രഹ്മാണ്ടം തഥാ പിണ്ടാണ്ടം എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ
നമ്മൾ കാണുമ്പോൾ, സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഈശ്വരശക്തിയും ഇതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചെട്ടികുളങ്ങര ഭരണി നാളുമായിട്ട് ചേർന്നിട്ടാണെന്ന് തോന്നുന്നു കൊഞ്ചും മാങ്ങയും എന്ന് പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? അതെന്താണ്? 4 കൊഞ്ചും മാങ്ങയും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കരിയരുതേ അമ്മയെ, തിരിച്ചു വരുമ്പോൾ അത് കരിയാതെ അമ്മ കാത്തു രക്ഷിച്ചു. എത്ര ആഘോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഓർമ്മകൾ ഇന്നും റീക്രിയേറ്റ് ചെയ്തല്ലേ? എല്ലാവരും അതുണ്ടാക്കിക്കൊണ്ടാണ് ആ ഓർമ്മ പുതുക്കുന്നത്. ഇതുപോലെയാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. നമ്മളും ഈശ്വരനുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ ചെന്ന് എൻ്റെ കടമയ്ക്കും അപ്പുറം ഭഗവാന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഈശ്വരൻ നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് നമ്മൾ കരുതുന്ന വ്യക്തിധർമ്മത്തിനും അപ്പുറം സമൂഹധർമ്മവും എൻ്റെ ധർമ്മമാണ് എന്ന് കരുതുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിലും നമ്മുടെ ഉള്ളു ക്ഷേത്രമായി മാറും. ഈശ്വരൻ നമ്മളിലേക്കാണ് ഇറങ്ങി വരുന്നത്. നമ്മളത് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? സാക്ഷാത് അനുഭവേ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിതോ. എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന എന്തുകൊണ്ടാണ്? ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണോ? നിങ്ങൾ വന്നേ പറ്റുള്ളൂ, ഈ ആഴ്ച ഉത്സവമുണ്ട് വന്നേ പറ്റുള്ളൂ? ഇല്ല, ആരും പറഞ്ഞിട്ടല്ല. അവനവൻ്റെ അനുഭവത്തിലാണ് നമ്മൾ പോകുന്നത്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണോ? ഗുരു പറഞ്ഞു കേട്ടിട്ടോ എവിടെയും കേട്ടിട്ടാണോ? അല്ല, നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന സങ്കല്പം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ഫലമുണ്ടായല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. അത് നമ്മുടെ അനുഭവമാണ്. ഇതിലും എത്രയോ ഇരട്ടി അനുഭവം നമ്മൾ സമാജധർമ്മം ഏറ്റെടുക്കുമ്പോൾ സാധിക്കും. മറ്റൊന്ന്, wherever your energy flows, attention grows എന്നാണ് പറയുന്നത്. എങ്ങോട്ടാണോ നമ്മുടെ ശ്രദ്ധ പോകുന്നത് അങ്ങോട്ടാണ് നമ്മുടെ ഏത് എനർജിയും വരുന്നത്. നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ തിന്മയെന്നൊന്നും ഇല്ല. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് തിന്മയും നന്മയൊക്കെ ഉണ്ട്, തിന്മ ചെയ്യുന്നവർ മൊത്തം മോശക്കാരാണ്, നന്മ ചെയ്യുന്നവർ മാത്രമാണ് നല്ലതെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ബാലൻസിങ് തന്നെയാണ്. പ്രപഞ്ചം മുഴുവനും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനിനെ സിംഹം പിടിക്കുന്നു, ഇതൊക്കെ തിന്മയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതെല്ലാം സൃഷ്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു പ്രകൃതി ശക്തി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ ഒരു തോന്നലിൽ നമ്മൾ വിചാരിക്കും എനർജിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. സീരിയലുകളൊന്നും മോശമാണെന്ന് ഒരു അഭിപ്രായവും എനിക്കില്ല. പക്ഷേ സീരിയലുകൾ കാണുന്ന സമയം അത് സന്ധ്യകളാണ്. ആ സന്ധ്യ സനാതനധർമ്മത്തിൻ്റെ വിശ്വാസപ്രകാരം ഒരു സന്ധ്യ, ഒരു പ്രതിസന്ധി എന്നൊക്കെ പറയുന്ന പോലെ പകലിൽ നിന്ന് രാത്രിയിലേക്കും രാത്രിയിൽ നിന്ന് പകലിലേക്കും പോകുന്ന ഒരു ജോയിൻറ്റ് ഒരു ഏരിയയാണ്. ആ ഭാഗത്ത് നമ്മൾ ഈശ്വര പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ പ്രകാരം ആ സമയത്ത് നമ്മൾ കൊളുത്തുന്ന നിലവിളക്കിലിരുന്ന് ദേവത, നമ്മുടെ ഇഷ്ടദേവത പറയാറുണ്ട് അത്രേ, തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന്. ഈ സമയങ്ങളിൽ നമ്മൾ സീരിയലുകളിൽ വെക്കുമ്പോൾ വീട്ടിൽ അടിയും ബഹളവും തല്ലും ഇതൊക്കെയാണ് അന്തരീക്ഷത്തിൽ നിറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിന് ഈ ശബ്ദങ്ങളെ വേർതിരിക്കാനുള്ള ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് പറയാൻ സാധിക്കാത്ത സമയത്ത് നമ്മൾ ഒരു യൂട്യൂബിൽ കൂടി നമ്മൾ ലളിതാ സഹസ്രനാമമോ ഒക്കെ കേൾക്കാറുണ്ട്. ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ആ ശബ്ദതരംഗത്തിന് നമ്മുടെ വായിൽ നിന്ന് വരുന്നതാണോ ഒരു ടെക്നോളജിയിൽ കൂടി വരുന്നതാണോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം ഈശ്വര സ്മരണയാണ് അവിടെയും നമുക്ക് പ്രാധാന്യമുള്ള. ക്ഷേത്രങ്ങളിൽ നമ്മൾ അതുകൊണ്ടാണല്ലോ ഭജനകളൊക്കെ വെക്കുന്നത്. മൈക്കിൽ കൂടി കേൾക്കുന്നുണ്ടോ റെക്കോർഡ് ചെയ്തതാണോ എന്നൊന്നും അവിടെ അന്തരീക്ഷത്തിന് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളത് വീട്ടിൽ ആ സമയത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ എനർജി അട്രാക്റ്റഡ് ആയിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ എനർജി ഫ്ലോസ് വേർ അറ്റൻഷൻ ഗോസ്. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ ആ എനർജി നമ്മളിലേക്ക് വരും. ആ എനർജി വരാതിരിക്കണമെങ്കിൽ ആ സമയങ്ങൾ നിങ്ങൾ ഓരോരുത്തരോടും, ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സന്ധ്യകളെങ്കിലും നമുക്ക് സമാജ സന്ധ്യകളാക്കാൻ സാധിക്കട്ടെ. സീരിയൽ സന്ധ്യകളെ മാറ്റിയിട്ട് നമുക്ക് സമാജത്തിലേക്ക് ഇറങ്ങാം. നിങ്ങൾ കൂട്ടായ്മകളിൽ ചെന്ന് നോക്കൂ. ആ സംഘടനകളുമായിട്ട് ചേർന്നിട്ട് ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ഓരോ വീട്ടിൽ ഒരു സുഖമില്ലാത്ത ഒരു അമ്മ കിടക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ കിടക്കുന്നു, നമ്മുടെ ഒരു അരമണിക്കൂർ സേവനം നമുക്ക് അവിടെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എത്രയോ ഇരട്ടി സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം സന്തോഷം കിട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഭദ്രതയും മനസമാധാനവും സന്തോഷവും എന്നുള്ള സങ്കല്പം പരസ്പര പൂരകമാണ്. ഇത് രണ്ടും നടത്താൻ ഈ സമയങ്ങൾ ഉപയോഗിക്കാം. നിങ്ങളുടെ കഴിവുകൾ കൂട്ടായ്മകളിലൂടെ ആ സമയങ്ങൾ വരുമാനമുണ്ടാക്കാൻ ഉപയോഗിക്കുക, സേവനത്തിനും ഉപയോഗിക്കുക. അങ്ങനെ സമാജത്തെ ശക്തരാക്കുക.
അടുത്ത വർഷം ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ഓരോ വ്യക്തികളും പ്രയത്നിച്ച് അവരുടെ കൂടെയുള്ള ഒരൊറ്റ വ്യക്തി ഞാൻ ചോദിക്കുകയാണ്, ഒരൊറ്റ വ്യക്തിയെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത്, ഹിന്ദുമത പരിഷത്ത് നടക്കുന്നത് പത്തനംതിട്ടക്കാർക്ക് വേണ്ടി മാത്രമല്ല, മുഴുവൻ ഹിന്ദുക്കൾക്കും ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആ സംസ്കാരത്തെ പരംവൈഭവത്തിലെത്തിക്കാൻ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്ന വിധം ഇതിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം. സമൂഹത്തിൽ ഒരു ഉൽപ്പന്നം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അത് അകത്ത് തന്നെ വെച്ചിരുന്നാൽ കസ്റ്റമർ, ഉപഭോക്താവ്, അതിൻ്റെ ഗുണം കിട്ടുന്ന വ്യക്തി അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഹിന്ദുധർമ്മത്തിൻ്റെ വക്താക്കൾ. അത് ഏതെങ്കിലും സംഘാടകർക്ക് മാത്രം കൊടുത്തിട്ട് മാറി നിൽക്കരുത്. ഈ ധർമ്മത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോഴാണ് ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾ, അവതാരങ്ങൾ, ശ്രീകൃഷ്ണ ഭഗവാനായിക്കോട്ടെ, ശ്രീരാമ ഭഗവാനായിക്കോട്ടെ, അവരെല്ലാം നമ്മളിലേക്ക് എത്തുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നിട്ട് പോയതെന്താണ്? എല്ലാത്തിലും മുന്നിൽ നിന്ന് നയിക്കുക, പരാതികളില്ലാതെ. ഭഗവാൻ ജനിച്ചതെവിടെയാണ്? ജയിലിലാണ്. ഭഗവാന്റെ ജനനം കാരണം എത്ര കുഞ്ഞുങ്ങളാണ് അച്ഛനമ്മമാർക്ക് നഷ്ടപ്പെട്ടത്, ആ നാടിന് നഷ്ടപ്പെട്ടത്. 2 വയസ്സിന് മുകളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കംസൻ കൊല്ലേണ്ടി വന്നു. എത്ര പരീക്ഷണങ്ങളിലൂടെ എത്ര അസുരന്മാർ, ദുഷ്ടശക്തികളാണ് ഭഗവാനെ കൊല്ലാനെത്തിയത്. അതിലൊന്നും പതറിയിട്ടില്ല, കരഞ്ഞിട്ടില്ല, പദം പറഞ്ഞ് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇരുന്നിട്ടില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഓർഡർ, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ശരിയാക്കാൻ അവതരിച്ച അവതാരമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. പൊളിറ്റിക്കൽ ഓർഡർ കറക്റ്റ് ചെയ്തിട്ടാണ് ഭഗവാൻ ഇവിടുന്ന് പോയത്. ശ്രീരാമ ഭഗവാനും അതുപോലെ തന്നെയല്ലേ? രാഷ്ട്രീയമായിട്ട് രാഷ്ട്രത്തിന് പരമവൈഭവത്തിലെത്താനല്ലേ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നത്. എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയാൽ മാത്രമല്ല, ഇങ്ങനെ ഒരു വ്യക്തി സമൂഹത്തിലുണ്ടായിരുന്നാൽ എൻ്റെ പ്രജകൾക്ക് എന്തായിരിക്കും പ്രശ്നമെന്ന് ചിന്തിച്ചുകൊണ്ടല്ലേ ഭഗവാൻ ഇറങ്ങിയത്. ഇത്രയും ലോകം കിടുക്കിയ ഒരു അസുരനെതിരെ സാധാരണ മനുഷ്യന് പോരടിക്കാമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും എന്തെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. അടുത്ത വർഷം ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഓരോ വീടുകളും തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുറന്നിടുന്നത് പോലെ ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകർക്കും നമുക്ക് ഭക്ഷണവും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമാകട്ടെ, അവർക്ക് അക്കോമഡേഷൻ ആകട്ടെ കൊടുക്കുവാൻ പാകത്തിന് ഈ ജില്ലയെ പരംവൈഭവത്തിൽ എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും പരിചയത്തിൽ നമ്മൾ വിളിച്ചാൽ വരുന്ന ഒരു വ്യക്തിയെങ്കിലും കാണാതിരിക്കില്ല. ആ ഒരു വ്യക്തിയിലേക്കെങ്കിലും നിങ്ങൾ വരുന്നവർ ഒരാളെ കൂടെ കൊണ്ടുവരിക. ഈച്ച് വൺ റീച്ച് വൺ എന്നുള്ള ഒരു മോട്ടോയോട് കൂടിയിട്ട് അടുത്ത വർഷം ഈ ഹിന്ദുമത പരിഷത്ത് നടക്കുമ്പോൾ കേരളത്തിലുള്ളവരെ മാത്രമല്ല, നമുക്ക് വിദേശത്തുള്ളവരെ, വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ ബന്ധുക്കളോട് ഈ വർഷം തന്നെ പറയുക, അടുത്ത വർഷം ഇതാണ് ഡേറ്റുകൾ, എല്ലാവരും എല്ലാ ദിവസങ്ങളും ഫ്രീ ആക്കി വെക്കുക. 8 ദിവസമാണെന്നാണ് ഓർമ്മ അല്ലേ? ഈ 8 ദിവസങ്ങൾ അഷ്ടലക്ഷ്മി സിദ്ധികൾ കിട്ടുന്ന രീതിയിൽ ഓരോ ദിവസവും നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഉപാസനയോടുകൂടി അതിന് ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക ശക്തിയാക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഓറിയന്റേഷൻ, പ്രബോധനം നൽകുന്നവരെ കൊണ്ടുവന്ന് നമുക്ക് ഈ ജില്ലയെ മാത്രമല്ല നമ്മുടെ സമാജത്തിനെ മുഴുവനും, നമ്മുടെ ഹൈന്ദവരെ മുഴുവനും ഈ പമ്പാ നദീതടത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കണം. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ ഇത്രയും മനോഹരമായ നദീതടങ്ങളിലാണ് ഇതുപോലെയുള്ള നൈറ്റ് മാർക്കറ്റുകളും ഇതുപോലെയുള്ള കാർണിവൽസും അതുപോലെ തന്നെ ഫങ്ഷൻസൊക്കെ ഉള്ളതെങ്കിൽ അതെല്ലാം അവരെ ലോകത്തിനെ ആകർഷിക്കാനായിട്ട് ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നാണ് എൻ്റെ അറിവ്. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവരാരും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള അക്കൗണ്ടുകളിൽ കൂടി ഇതിന് മാക്സിമം പ്രചാരം കൊടുക്കുക. നമുക്കറിയാം കുംഭമേള മുമ്പും ഉണ്ടായിട്ടുണ്ട്.
കുംഭമേള ഉണ്ടായിട്ടുള്ളപ്പോൾ അതൊരു പത്രവാർത്തയായിട്ട് ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി ഇങ്ങ് പോവുകയാണ് പതിവ്. ഇപ്രാവശ്യം എന്താണ് സംഭവിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങളടക്കം കുംഭമേളയ്ക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ്? അതിന് പ്രചാരം നൽകുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ ധർമ്മത്തിനെ ഉപാസിക്കുന്നവരാണ്. അവർ ഓരോരുത്തരും അവിടെ പോകുന്നു, അതിൻ്റെ ചിത്രങ്ങളിടുന്നു, അതിൻ്റെ മാഹാത്മ്യങ്ങൾ അറിയിക്കുന്നു, മറ്റുള്ളവർക്ക് പോകാൻ പ്രചോദനം തോന്നും. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയാറുണ്ട്. നമ്മുടെ കാഴ്ചയിലില്ലാത്തത് നമ്മുടെ മനസ്സിലുണ്ടാവാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ വേണ്ടി വരുന്ന, ചിത്രങ്ങളും ഒക്കെ വേണ്ടി വരുന്നത്. എന്തായിരുന്നാലും എൻ്റെ സമയം അനുവദിച്ചിരിക്കുന്ന സമയം അരമണിക്കൂർ ആയതുകൊണ്ടും ഇനിയും അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഈ ഒരു വേദിയിൽ നിന്നുകൊണ്ട് എടുത്തു പറയേണ്ട എന്തോ പറയുന്നുണ്ടെന്ന് ബോറടിക്കുന്നില്ല. വളരെ സന്തോഷം, വളരെ സന്തോഷം സദസ്സിൽ നിന്ന് അങ്ങനെ കേട്ടതുകൊണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമാണെങ്കിൽ പറയുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, സംഘാടകർ അനുവദിച്ചാൽ. പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയാൽ എന്നോട് ക്ഷമിക്കണം. കാരണം എൻ്റെയും നിങ്ങളുടെയും ഹിന്ദു സമാജത്തിനെ ഹിന്ദുവാണെന്ന് പറയിപ്പിക്കാൻ പഠിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ, യുഗപുരുഷൻ, അദ്ദേഹമാണ് 113 വർഷമായിട്ട് നടക്കുന്ന ഈ ഹിന്ദുമത പരിഷത്തിനെ ഞാനടക്കമുള്ള സാധാരണക്കാരിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇല്ലാത്ത ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ ഒരു ക്ഷണമുണ്ടായപ്പോൾ വേദന കടിച്ചമർത്തിയിട്ടാണെങ്കിലും അതെൻ്റെ ധർമ്മമാണ്, എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഓടിയെത്തിയത്. പ്രിയപ്പെട്ട സംഘാടകരോട് ഇന്നലെ ഇവിടെ എല്ലാവരുടെയും ചിത്രങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു നിവേദനം സമർപ്പിക്കണമെന്ന് തോന്നി. നമ്മളെല്ലാവരും ഓരോ കാലങ്ങളിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പൂർവ്വകാലങ്ങളിലുള്ള ഗുരുക്കന്മാരെ നമുക്ക് പരിചിതമായിരിക്കില്ല. നമ്മൾ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ശ്ലോകങ്ങളിലൂടെയോ ആണ് പരിചയപ്പെടുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ലാത്ത, ഇനി ഒരു 100 വർഷവും കൂടി മാഞ്ഞു പോകാത്ത നമ്മളെ എല്ലാവരെയും ഈ പരിഷത്തിലേക്ക്, ഹിന്ദുമത പരിഷത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാക്കിയ നമ്മുടെ എല്ലാവരുടെയും പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ചിത്രം കൂടി ഈ മഹത്തായിട്ടുള്ള ഹിന്ദുമത പരിഷത്തിൽ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ മഹത് ധർമ്മത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഇവിടെ എത്തിയ ഓരോരുത്തർക്കും പത്തനംതിട്ട ജില്ലയെ ലോകമറിയുന്ന ജില്ലയാക്കി, ഇവിടെയുള്ള ഓരോ ക്ഷേത്രങ്ങളെയും മഹാക്ഷേത്രങ്ങളാക്കി, 2ാം കൈലാസമാക്കി മാറ്റാനും ആറന്മുള വള്ളസദ്യ ക്ഷണിച്ചു വരുത്തി എല്ലാവരെയും കുംഭമേളയ്ക്ക് സാധാരണക്കാരെത്തുന്നത് പോലെ എത്തിക്കാനും സാധിക്കട്ടെ. ഹിന്ദുമത പരിഷത്തിൽ അടുത്ത വർഷം മണ്ണ് വീണാൽ ഇടമില്ലാത്ത രീതിയിൽ ഈ മണൽപ്പരപ്പ് മുഴുവനും ജനപ്രവാഹം കൊണ്ട് നിറയ്ക്കുന്ന രീതിയിൽ ലോകമറിയുന്ന ഏറ്റവും വലിയ സംഘാടക ശക്തിയുള്ളവരായി ഹിന്ദുക്കളാണെന്ന് കാണിക്കുവാൻ പറ്റുന്ന രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി അമ്മയെ അറിയാൻ എന്ന ഈ സഭയിൽ ഇന്നത്തെ ലോകവും നമ്മളും എന്ന വിഷയത്തിൽ